ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ റിട്ടയർഡ് എസ് പി ടി.കെ. രാജ്മോഹൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. നമസ്കാരം സർ. ഈ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഈ കേസ് വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്തതാണ്. അതിലിപ്പോൾ രാവിലെ നമ്മൾ കേട്ടത് ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള വളരെ ഞെട്ടലോടെയൊക്കെയാണ് നമ്മൾ കേട്ടത്. കാരണം ആ ഹുസൈൻ എന്നുള്ള വ്യക്തിയായിരുന്നു ഈ മധുവിനെ ചവിട്ടിയത്, ഒപ്പം തന്നെ തലയടിച്ചു വീണിട്ടായിരുന്നു ആ മരണം സംഭവിച്ചത് എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രോസിക്യൂഷൻ്റെ വാദം. എന്തായാലും അപ്പോഴും അത് കോടതിയുടെ മുൻപാകെ എത്തിയപ്പോൾ ഒന്നാം പ്രതി വെറുതെ വിടുകയായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും 12 പ്രതികൾക്കും ജീവപര്യന്തമായി ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ഈ വിധി പ്രസ്താവത്തെ? ഈ ആൾക്കൂട്ട കൊലപാതകം വളരെ ചർച്ച ചെയ്താണ്, നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്താണ്. പക്ഷെ അതിൽ വന്ന പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് ഷോക്കഡായി പോയത്. വളരെ ലിമിറ്റഡ് ആയ പണിഷ്മെന്റ് ആണ് ഈ ട്രയൽ കോടതി കൊടുത്തത്. അതുകൊണ്ടാണ് അത് അപ്പീലിനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. പക്ഷെ ഹൈക്കോടതിയോട് വിധി വളരെ വളരെ ശ്ലാഘനീയ വിധിയാണ്. ഒരു അക്യൂസിനെ അതിൽ എക്വിറ്റിലായിട്ടുണ്ടെങ്കിലും ബാക്കി 12 പേർക്കും ജീവപര്യന്തം കൊടുത്തു എന്ന് മാത്രമല്ല അവരുടെ 3 മാസത്തെ ആ പഴയ പണിഷ്മെന്റ് ആണ് ഇപ്പം മാറ്റിയിട്ട് ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്. അതൊരു വളരെ 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 ശ്ലാഘനീയമായ ഒരു വിധിയാണ്. എന്ന് മാത്രമല്ല ഈ കേസ് പ്രോപ്പറായിട്ട് കീഴ്ക്കോടതിയിൽ ട്രയൽ കോർട്ടിൽ ഈ പ്രോസിക്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ അത് ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കാത്തത് കൊണ്ടാണ് ചെറിയൊരു പണിഷ്മെന്റ് അന്ന് കൊടുത്തത്. അപ്പൊ അതിലിപ്പം ഹൈക്കോടതി തിരുത്തൽ വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഹൈക്കോടതി വിധി നമുക്ക് എല്ലാവരും വളരെ നല്ല നിലയിലാണ് കാണുന്നത്. അപ്പൊ അതില് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം തന്നെ ഈ ഒന്നാം പ്രതിയെ വിട്ടു എന്ന് പറയുമ്പോൾ ഒന്നാം പ്രതിയെ ഡിജിറ്റൽ എവിഡൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് സംശയം വന്നിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട കോടതിയും അതിന്റെ എവിഡൻസ് കണ്ടിട്ടാണ് പ്രവർത്തിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും ഈ കീഴ്ക്കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രോപ്പറായിട്ട് എവിഡൻസുകൾ വരാത്തത് കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി അത് അനലൈസ് ചെയ്ത് അവർ പണിഷ്മെന്റ് കൂടിയിരിക്കുകയാണ്. അത് വളരെ സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഈ കുടുംബത്തിന്റെ ഒരു ആവശ്യവും അത് തന്നെയായിരുന്നു, ഈ പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ അപ്പീലിൽ ഉണ്ടായിരുന്നത്. അതിൽ മറ്റു പ്രതികൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒന്നാം പ്രതിയുടെ കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയെ വെറുതെ വിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ഇനി വീണ്ടും മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും പോകാം. കാരണം അത് സ്വാഭാവികമായിട്ടും ഒന്നാം പ്രതിയുടെ ഡിജിറ്റൽ എവിഡൻസിലെ അപാകത എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പോകും. പക്ഷെ ഹൈക്കോടതി എനിക്ക് തോന്നുന്നു അത് വളരെ എഫിഷ്യന്റ് ആയിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ അവരുടെ ഈ പ്രതികളുടെ ഒക്കെ ഈ പണിഷ്മെന്റ് 3 മാസം എന്നുള്ളത് എല്ലാവർക്കും ജീവപര്യന്തം കൊടുത്തത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ബാക്കി ഡിജിറ്റൽ എവിഡൻസുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നാമത്തെ പ്രതി വിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ പഠിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഏതായാലും ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മുകൾ കോടതിയിൽ അപ്പീൽ പോകാൻ തീർച്ചയായിട്ടും പോലീസിന് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ മറ്റ് 12 പ്രതികളുടെ ശിക്ഷാവിധി അതിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അത് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഒരു വിധിയായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കാരണം ഒരാളെ ഒരു വിശപ്പിനെ തുടർന്ന് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഒരു വലിയ ആൾക്കൂട്ട മർദ്ദനമായിരുന്നു. അങ്ങനെയൊക്കെ ഒരാളെ ഇങ്ങനെ ആളുകൾ കൂട്ടിച്ചേർന്നൊക്കെ ഇങ്ങനെ കൊലപാതകം നടത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതിനുശേഷവും നമ്മൾ പലതരത്തിൽ അങ്ങനത്തെ ആൾക്കൂട്ട വിചാരണയുടെയൊക്കെ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അപ്പോഴും അങ്ങനെയൊന്നും ഇനിയെങ്കിലും കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശിക്ഷ തന്നെയായിട്ട് നമുക്കിതിനെ കാണാമോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയേണ്ടത് വെച്ചാൽ ഈ കേരള മനസ്സാക്ഷി ഞെട്ടിച്ചാണ്. അതായത് വിശപ്പിന് വേണ്ടി ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സംഭവത്തിൽപ്പെട്ട സമയത്ത് അതിനോട് നമ്മുടെ സമൂഹം പ്രതികരിച്ചത് വളരെ വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം സമൂഹം എങ്ങനെയാണ് അങ്ങനെ പ്രതികരിക്കുക? നമ്മള് പക്ഷികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതായത് മനുഷ്യന് ഭക്ഷണം വേണ്ടേ? മനുഷ്യന് വിശപ്പിനൊരു വിലയില്ലേ എന്നുള്ള സംശയത്തിൽ നമ്മൾ പൊതുസമൂഹം ഈ സംഭവം കാണുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിലൊക്കെ നമ്മളെ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. എന്ന് മാത്രമല്ല നമ്മളെ മനുഷ്യനെന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സഹജീവികൾക്ക് ഈ വിശപ്പ് ഉണ്ടാകുമ്പോൾ അത് തീർത്തു കൊടുക്കുന്ന ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതേസമയം കുറച്ച് ചെറുപ്പക്കാര് ഒരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തിട്ടാണ് ഈ പാതകം ചെയ്തിരിക്കുന്നത്. നമുക്ക് നാളെ ഉണ്ടാക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി അത് പ്രോപ്പറായി അനലൈസ് ചെയ്തിട്ട് ഈ 12 ആൾക്കാരുടെ ശിക്ഷ ജീവപര്യന്തമായി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഹൈക്കോടതി നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം അത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അത് വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ടി.കെ. രാജ്മോഹൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.